ഇവൻ 10 വർഷത്തിന് ശേഷം ഒരു പബ്ലിക് ബാത്റൂമിൽ കുളിക്കാനായി വരുന്നു. അവിടെയുള്ള ലോക്കറിന്റെ ടെക്നോളജി മാറിയതുപോലും അറിയാതെ ഡിജിറ്റൽ ലോക്കർ തുറക്കാൻ ശ്രമിക്കുന്നു. തെറ്റിച്ച് പാസ്വേഡ് അടിച്ചപ്പോൾ അലാറം അടിക്കുന്നു. ആ ശബ്ദം കേട്ട് ദേഷ്യം വന്ന ഓണർ അത് ആരാണെന്ന് അറിയുന്നതിനായി വന്നു നോക്കുന്നു. അപ്പോൾ ഇവൻ ഷർട്ടില്ലാതെ നിൽക്കുന്നത് കണ്ട് ഫ്രീസ് ആവുന്നു. കാരണം അവന്റെ ബോഡിയിലുള്ള ടാറ്റു വലിയ വലിയ VIP റേഞ്ചിലുള്ള റൗഡികൾ മാത്രമാണ് ചെയ്യുന്നത്. അത് കണ്ടതും ഒന്നും മിണ്ടാതെ സൈലന്റ് ആവുന്നു. ആക്ച്വലി 10 വർഷത്തിന് മുൻപ് ഇവൻ ആ ഏരിയയിലുള്ള എല്ലാവരും പേടിക്കുന്നത്രയും വലിയൊരു റൗഡിയായിരുന്നു. അപ്പോൾ ഒരു കയ്യബദ്ധം പറ്റി അറിയാതെ ഒരാളെ കൊല്ലുന്നു. അതുകൊണ്ട് അവനെ ജയിലിൽ അടയ്ക്കുന്നു. പക്ഷെ മരിച്ചയാളുടെ അമ്മ ഇവനെ കാണുന്നതിനായി ജയിലിൽ വരുന്നു. അവരുടെ അടുത്ത് എന്താണ് നടന്നതെന്ന് പറഞ്ഞ് സോറി പറയുന്നു. കുഞ്ഞിലെ മുതൽ ഒരു അനാഥനായി വളർന്നത് കൊണ്ട് എന്താണ് തെറ്റും ശരിയുമെന്ന് അറിയാതെ ബോധമില്ലാതെയാണ് അത് സംഭവിച്ചതെന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നു. ആക്ച്വലി മദ്യപിച്ചു കഴിഞ്ഞാൽ അവനൊരു പിശാചായി മാറും. എത്ര പേർ വന്നാലും അവനെ അടിച്ചിടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ആ അമ്മ അത് മനസ്സിലാക്കുന്നു. കാരണം തന്റെ മകൻ എത്രത്തോളം മോശമായവനാണെന്ന് അവർക്ക് തന്നെ അറിയാം. അങ്ങനെയുള്ളപ്പോൾ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുന്ന ഇവൻ എത്ര നല്ലവനാണെന്ന് മനസ്സിലാക്കുന്നു. അവന്റെ കയ്യിലൊരു ഡയറി കൊടുത്ത് ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ എന്തൊക്കെ ഉപേക്ഷിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടോ അതെല്ലാം ഈ ഡയറിയിൽ എഴുതിയിട്ട് ഉപേക്ഷിക്കുക. അതാണ് നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ട പ്രായശ്ചിത്തം എന്ന് പറയുന്നു. അന്ന് മുതൽ അവൻ കഴിഞ്ഞ 10 വർഷമായി ആ ഡയറി തന്റെ കൂടെ തന്നെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ റിലീസായതും നേരെ ആ അമ്മയെ കാണുന്നതിനായി വരുന്നു. വീണ്ടും അവരോട് ക്ഷമ ചോദിക്കുന്നു. അവർ അവനോട് ക്ഷമിച്ച് തന്റെ മകനായി ദത്തെടുക്കുന്നു. എത്രയൊക്കെ നല്ലവനായി ജീവിക്കണമെന്ന് വിചാരിച്ചാലും അവന്റെ പഴയ ലൈഫ് അവനെ വിടാതെ പിന്തുടർന്ന് അവനെ വീണ്ടും ജയിലിലേക്ക് അയക്കുന്നു.